ക്യാമ്പസിലെ ക്രിമിനലുകളെന്ന് കുപ്രസിദ്ധി നേടിയ SFIക്കെതിരായ പ്രിൻസിപ്പലിന്റെ പരാമർശത്തിന്റെ പേരിൽ മാർച്ച് 31-ന് വിരമിക്കുന്ന അധ്യാപികയ്ക്കെതിരെ തിരക്കിട്ട് അച്ചടക്ക നടപടിക്ക് സർക്കാർ. SFIയുടെ പരാതിയെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രിൻസിപ്പാളിനെ നീക്കി മേൽനടപടികൾക്ക് നിർദ്ദേശം നൽകി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ക്യാമ്പസിൽ അച്ചടക്കം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് മുൻ SFI നേതാക്കൾ അനാവശ്യമായി കോളേജിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ പ്രിൻസിപ്പൽ ഡോക്ടർ രമയെയാണ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റിയത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന അസന്മാർഗിക പ്രവർത്തനങ്ങളും വ്യാപകമായ ലഹരി ഉപയോഗവും തടയാൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമ ശ്രമിച്ചെന്നതും SFI നേതാക്കളെ പ്രകോപിപ്പിച്ചിരുന്നു. SFIക്കാരുടെ പരാതിയെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ടായിരുന്നു പ്രിൻസിപ്പലിന്റെ സ്ഥലം മാറ്റം. അധ്യാപികയ്ക്കെതിരായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണത്തിന് കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഡോക്ടർ രമ മാർച്ച് 31-ന് സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് മുൻപ് അധ്യാപികയ്ക്കെതിരെ തിരക്കിട്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്ന SFIയുടെ സമ്മർദ്ദം പരിഗണിച്ചാണ് സർക്കാരിന്റെ നടപടി. വിരമിക്കുന്നതിന് മുൻപ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അധ്യാപികയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അനിശ്ചിതമായി തടയുകയുമാണ് ലക്ഷ്യം. SFIയുടെയും CPMന്റെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാല VCയുടെ ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 1 വർഷമായി തടഞ്ഞുവച്ചിരിക്കുകയാണ്. അവർക്കെതിരെ സർക്കാർ ശിക്ഷാ നടപടി സ്വീകരിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയെങ്കിലും വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളി. ഈ കേസിൽ സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടിയെങ്കിലും സമാനമായി ഡോക്ടർ രമയ്ക്കെതിരെയും നടപടി കൈക്കൊള്ളാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് കോളേജിലെ മുൻ SFI വിദ്യാർത്ഥി നേതാവായിരുന്ന ഇമ്മാനുവൽ തോമസ് എന്ന വിദ്യാർത്ഥിയാണെന്ന് പേരെടുത്ത് പ്രിൻസിപ്പൽ പരാമർശിച്ചിരുന്നു. പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും രമയെ മാറ്റിയ ശേഷം BCom പാസ്സായ ഇമ്മാനുവലിന് ചട്ടം ലംഘിച്ച് MA ഇംഗ്ലീഷ് കോഴ്സിന് പ്രവേശനം നൽകിയത് വിവാദമായിരുന്നു. പ്രവേശനം നൽകുന്നതിനായി കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കപ്പെട്ട VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ മുൻകൈയെടുത്താണ് പ്രത്യേക അനുമതി നൽകിയത്. കേരളത്തിലെ ഒരു സർവകലാശാലയിലും BComകാർക്ക് MA ഇംഗ്ലീഷിന് പ്രവേശനം നൽകാൻ വ്യവസ്ഥ ഇല്ലാതിരിക്കെയാണ് SFI നേതാവിന് ചട്ടം മാറ്റി പ്രവേശനം നൽകിയത്. പൂക്കോട് വെറ്ററിനറി കോളേജിലേതിന് സമാനമായി സംസ്ഥാനത്തെ മറ്റു കോളേജുകളിലും SFIക്ക് സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് ഡോക്ടർ രമയ്ക്കെതിരായ സർക്കാർ നടപടി.